തീർന്നല്ല. ദേ വന്നല്ല. എടുത്തേ എടുത്തേ. രാമൻ നായരെ. അയ്യോ, എനിക്ക് മുന്നേ ഇതുപോലെ ആയാണ്ട് തെറ്റിക്കാട്ടാ. രാമൻ നായരെ, ഇവിടുത്തെ മുറികളൊക്കെ തുറന്നിടണം. സന്ധ്യ കഴിഞ്ഞ് വാറ്റാനുള്ള ഉപകരണങ്ങളുമായി ഞങ്ങളുടെ ആളുകൾ വരും. മുറികളൊന്നും തുറന്നിടണ്ട രാമനാരെ. ആളുകളായി വരുന്നവർ അതുപോലെ മടങ്ങിപ്പോയിക്കോളും. നനക്കെന്നാ പിരാന്ത? എടാ, ഇത് കൊച്ചുവാവ വിലക്ക് മേടിച്ച സ്ഥലമാണ്. ചാരായം മാറ്റാൻ വേണ്ടിയാണോ വാങ്ങിയത്? ഞാൻ ഇവിടെ ഇട്ട് ചാരായം വാറ്റുകയോ ചക്കക്കുരു വറക്കുകയോ ചെയ്യും. നിന്നെ കൊണ്ട് എന്നാ കഴിയും? കഴിയുന്ന എന്താണെന്ന് കാണിച്ചു തരാം. അത് ശരി. മോഹൻ, വഴക്ക് വേണ്ട മോഹൻ. അച്ഛൻ വിചാരിച്ചാൽ സർക്കാരുകളെ കെട്ടാൻ കഴിഞ്ഞേക്കും. ഞാൻ വിചാരിച്ചാൽ കുറെ കൂട്ടുകാരെ കിട്ടും. ഇവിടെ ഇട്ട് ചാരായം വാറ്റിയാൽ ഞങ്ങൾ എല്ലാവരും കൂടി വന്നത് അടിച്ചുടയ്ക്കും. അപ്പൊ നീ ഇവിടെ ചിറ്റം കൂടിയത് ഇതിനു വേണ്ടിട്ടായിരുന്നല്ലേ? ഈ നിൽക്കുന്ന ഉണക്കപ്പെണ്ണിന് വേണ്ടിട്ട് നീ നിന്റെ അപ്പനാട് എതിരിടുവല്ലേടാ? ഇനി നിന്നെ ഞാൻ വെച്ചക്കത്തിലിടാ. ചെല്ലു വീട്ടിലാട്ട്. ഒരാത്ത ഞാൻ വീട്ടിൽ വന്നിട്ട് തന്നോളാ. എന്നെ കൂടെ അടിച്ചു കൊന്നോളൂ. എടിയോ, ആട്ടിയാന്ന്. അയ്യ, അതെ, കൊച്ചമ്പ്രാട്ടിയെ ആരും അങ്ങോട്ട് എടീന്ന് വിളിക്കാറില്ലേ? എന്നിട്ടിപ്പൊ കൊച്ചുവാവ് വിളിച്ചോന്ന് ചോദിച്ചാല് വിളിച്ചു. എന്നിട്ട് കൊച്ചുവാവക്ക് എന്നാ പറ്റി? ഒന്നും പറ്റില്ല. ആളും തരവും കണ്ട് ആട്ടിയില്ലെങ്കിലേ ഒരു തൊഴി അങ്ങാട്ട് വെച്ചരും. പെണ്ണേ, കൊച്ചു തമ്പുരാട്ടി, ഒരു കാര്യം അറിഞ്ഞിരിക്കണത് നല്ലതാണ്. ഈ ഭൂമിയിൽ അവന്റെ കൂടെ പൊറുക്കാന്ന് കരുതാണ്ട. കൊച്ചുവാവയുടെ കൊരവെള്ളയ്ക്ക് ജീവനുണ്ടെങ്കിൽ സമ്മതിക്കത്തില്ലടി. ഊര് വേണമെങ്കിൽ അവനെ മറന്നേര്. പാടൂ സാറേ. കല്യാണി ഇത് നേരത്തെ പറഞ്ഞതല്ലായിരുന്ന കൊച്ചമ്പ്രാട്ടി? എന്നിട്ട് കേട്ടാ? കല്യാണി, എനിക്ക് മോഹനെ ഒന്ന് കാണണം, ഇപ്പൊ തന്നെ കാണണം. എങ്കിൽ കല്യാണി പോയി മോഹനം കുഞ്ഞിനെ നോക്കിയിട്ട് വരാം. കൊച്ചമ്പ്രാട്ടി വരണ്ട, ഇവിടെ നിന്നോ. അത് പോട്ടെ, നിനക്കതേ പറ്റിയുള്ള അഭിപ്രായം എങ്ങനെയാണ്? കൊള്ളാന്നാ കൊള്ളുകയല്ലെന്നാ? നിങ്ങൾ ഇപ്പൊ ഇതെന്തു ഭാവിച്ചോണ്ടാണ് ഈ ചോദിക്കണത്? അതൊന്നറിഞ്ഞാട്ട്. ഇതുപോലൊരു കാര്യമുണ്ടായ അമ്മയുടെ അഭിപ്രായമല്ലേ ആദ്യം അറിയേണ്ടത്. അമ്മ പറ. അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ ഉമ്മക്ക് എന്താണെന്നേ? ഈ കാലത്ത് ജാതിയും മതമൊക്കെ ആരാണ് നോക്കണത്? ഏയ്, ആര് നോക്കണ്? കാശുണ്ടാ? ജാതിയില്ല, മതം ഒട്ടുമില്ല. ഇതിപ്പൊ ഉമ്മക്കൊറ്റ മകനാണ്. ആണ്. അവന് കഴിയാനുള്ളതിലേറെ സ്വത്തുമുണ്ട്. ഉണ്ട്. അപ്പൊ പിന്നെ കാശുള്ള പെണ്ണിനെ ഉമ്മക്കെന്നാത്തിനാണ്? ഏയ്, ഒരാവശ്യവും ഇല്ല. പെണ്ണ് നന്നായിരിക്കണം. അത്രേ ഉള്ളു. ഇപ്പൊ എത്ര ചേലായി. അപ്പൊ അങ്ങനെ തന്നെ നടക്കട്ടെന്നാ? നിങ്ങൾക്കിഷ്ടാണെങ്കിൽ പിന്നെ. നിങ്ങൾക്കിഷ്ടാണെങ്കിൽ എടീ കൊച്ചുവാവ തന്തക്ക് പറഞ്ഞവനാടി. എന്റെ തന്തയെ വെട്ടിയെരിഞ്ഞു കൂട്ടിയ കോലാത്തുനിന്ന് എന്റെ മോനൊരു സംബന്ധ ഒരു താങ്ങുവെച്ച്. വെട്ടിയെറിഞ്ഞവരൊക്കെ പോയില്ലേ? ഇപ്പോഴുള്ള പാവങ്ങൾ എന്ത് വിളിച്ച്? അല്ലേ തന്നെ കോലാത്തി എന്നിട്ടല്ലേ വെട്ടിയെറിഞ്ഞത്? അല്ലല്ല, നീ ലാപ്പായിന്റ് പറയാൻ പോവുകയാണ്. എങ്കിൽ ഞാനും പറയാടി. കോലാത്തി എന്നത് തെറ്റ്. മുറിയിലെങ്ങനെ കയറി? വാതിൽ തുറന്നു കൊടുക്കാണ്ട് മുറിയിൽ കയറാൻ ഒക്കുക? അതാര് തുറന്നു കൊടുത്ത്, എന്തിനു തുറന്നു കൊടുത്ത്? പറയടി, പറ. നിങ്ങളുടെ മനസ്സ് പോലെ ചെയ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ എന്റെ മനസ്സ് പോലെ ചെയ്തോളാം. നീ നിന്റെ കാര്യം നോക്ക്. എന്റെ തന്തേനെ വെട്ടിയെരിഞ്ഞു കൂട്ടിയിരിക്കണത് കണ്ട കണ്ണുകൊണ്ടേ എനിക്ക് വേറെ ചിലതും കൂടി കാണണോടി. കൊച്ചുവാവ വിടുകേല. ഉദ്ദേശം മോനെ, എന്നെ ഒത്തിരി തന്നെയാ.
എന്നെ തോപ്പിച്ചണ്ട് ഇവളാടൊന്ന് ചിവിടക്കേറി സാമതിച്ചുകളയാന്ന് കരുതി ഇല്ലടാ? ഇല്ല. പിന്നെ ഇവളെ വിളിച്ചണ്ട് ഇങ്ങാട്ട് വന്നതിന്റെ ഉദ്ദേശം നനക്കതിനുള്ള ചങ്കുറപ്പങ്ങ ഉണ്ടായി. എന്റെ അച്ഛനും അമ്മയും അല്ലേ ഇവിടെ ഉള്ളത്. നിങ്ങൾ രണ്ടുപേരും സമ്മതിക്കുകയാണെങ്കിൽ. സമ്മതിച്ചില്ലെങ്കിലാ? ഞങ്ങള് കാലമേ വീണിട്ട് അങ്ങോട്ട് മാപ്പ് ചോദിക്കാം. എടി, കൊച്ചുവാവക്കൊരു തന്തേ ഉള്ളു. നിങ്ങളുടെ കോലാത്ത മുറിയിലിട്ട് വെട്ടിക്കണ്ടിച്ചു കൊന്ന കൊച്ചിരാമൻ. അതുപോലെ ഒരു വാക്കും വിളിച്ചണ്ടിറങ്ങണാ പുറത്ത്. എങ്ങാട്ട് പോണ്? മുറിയിൽ നിന്നൊരു പുസ്തകം എടുക്കണം. മാളികയിൽ ഉണ്ണികൃഷ്ണന്റെ വകയാണ്. അങ്ങാട്ട് കയറാൻ പറ്റുകയില്ല. ഈ വീട്ടിലുള്ളതൊക്കെ കൊച്ചുവാവയുടെ വകയാണ്. ഉണ്ണികൃഷ്ണന്റെതേ അമ്പാടിയിലാണ്. അങ്ങാട്ട് എല്ലാം പറ. അമ്മേ, മേശപ്പുറത്തിരിക്കുന്ന വലിയ പുസ്തകം ഞാൻ ഉണ്ണികൃഷ്ണനോട് വാങ്ങിയതാണ്. അതവന് കൊടുത്തേക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് നീ എവിടെ പോകാൻ പോകേണ്ട പൊന്നു മോനെ? എവിടെയെങ്കിലും പോയി ചാകട്ടരി. അവളെ വിളിച്ചോണ്ട് ഇറങ്ങണാ പുറത്ത്. യാത്ര ചോദിക്കില്ലതെ. എന്ത് ദേവി? മുണ്ടരുത് ഇവിടെ. ഞങ്ങൾ പോകുന്നു. നെല്ല് ഇതും കൂടെ കേട്ടാണ്ട് പോയാ മതി. പുറത്ത് കണ്ടാ നിങ്ങളെ ഞാൻ പോലീസിൽ പിടിപ്പിക്കും. പ്രായപൂർത്തിയാകാത്തവരാണ്. കൊലാത്ത് മുറുക്കാനാണെങ്കിൽ മോനെ കൊച്ചുവാവ മുറിപ്പിക്കുകയല്ല, പുകച്ചു പുറത്തി അടിക്കും. ഇന്നവിടെ ഇട്ട് ഞാൻ ചാരായം വാറ്റി തുടങ്ങും. രാപകലാളായിരിക്കും. പോയെന്ന് പുറത്തു നോക്ക്. ചെല്ല്. അയ്യോ, അവനെ അങ്ങനെ വിടരുത്. ഉമ്മക്കൊരു മകനേ ഉള്ളൂ. ഈശ്വരനെ വിചാരിച്ച് അവനെ തിരിച്ചു വിളിക്ക്. രണ്ടുപേരും കൂടി എവിടെ പോയിച്ചു മണ്ണ്? ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു. എന്റെ ഭഗവാനെ. എന്നിട്ട് അച്ഛനെ കണ്ടു, അമ്മയെ കണ്ടു, വീട് കണ്ടു. അങ്ങനെ കാണേണ്ടതെല്ലാം കണ്ടു. എന്നിട്ട് പിന്നെ എന്താ പോന്ന്? അവിടെ താമസിപ്പിക്കില്ലെങ്കിൽ പിന്നെന്താ ചെയ്യാ? എടോ സാറേ, ഓ, താനിത് എവിടെയായിരുന്നു? പോലാത്ത ഉമ്മക്ക് ഇന്ന് വാറ്റു തുടങ്ങണം. ഞങ്ങളുടെ പുത്രൻ ഞങ്ങളാറ് വിളങ്ങി അവിടെ പൊറുക്കാൻ പോയിരിക്കേണ്. നേരോ? അതേടോ, അവനെ ഉമ്മക്ക് അവിടുന്ന് ചാരിച്ച് ഇങ്ങാട്ട് കൊണ്ടുപോന്നെ. ആ തമ്പുരാട്ടിമാരെ അവിടുന്ന് കടത്തണം. എന്നിട്ട് ആ കോവിലവൻ നിങ്ങൾ എന്നാ ചെയ്യാൻ പോവുകയാണ്? നിന്റെ ചെവിയിൽ എന്നെ ആപ്പടിച്ച് കയറ്റിയിരിക്കുകയാണ്. അപ്പൊ ഇത്രയും നാളും പറഞ്ഞ അങ്ങാട്ട് കയറിയില്ലേ? ചാടിക്കയറി അകത്താട്ട് വന്നാടി. കൊല്ലനെ കൊല്ല്. ഇത് പുറത്തു വന്ന് പറയാനുള്ള കാര്യമല്ല. മകനെ ഇറക്കി വിട്ട് രണ്ടുപേരും കൂടെ അല്ലേ? മകനെ മാത്രമല്ല, കോലാത്തെ തമ്പ്രാട്ടി കൊച്ചുണ്ട്. ഉണ്ടേ ഉണ്ട്. രണ്ടുപേരും കല്യാണിയുടെ കുടിയിലുണ്ട്. നിന്റെ കുടിയിലാ? അവരെവിടെ ഉണ്ടാ കല്യാണി? പിന്നെ എനിക്ക് അതുങ്ങളെ ഓടിച്ചു കളയാൻ പറ്റുവാ? വഴിയെ പോന്നത് കണ്ടപ്പോ കാര്യം ചോദിച്ചു, പറഞ്ഞു കല്യാണിയുടെ കൂടെ പോന്നാ. പോന്നു. ദേ കപ്പയും പുഴുങ്ങി കാപ്പിയും തിളപ്പിച്ചു കൊടുത്തേച്ചാണ് ഞാൻ പോന്നത്. നാണം കെട്ടവൻ. ഇങ്ങാട്ട് വരട്ട, ഇങ്ങാട്ട് വരട്ട. എങ്ങനെ വരും? ഇവിടെ അറുകൊല്ല തുള്ളുകല്ലേ. അതിന് അവിടെങ്ങാനും കഴിഞ്ഞാട്ട്. കല്യാണിനെ എനിക്ക് വിശ്വാസാണ്. എടി എടി എന്തരവളെ, കൊച്ചുവാവയുടെ മകൻ കുറത്തി കല്യാണിയുടെ കുടിയില്ല. എന്ത് ചെയ്യാം? കൊച്ചുവാവ മുതലാളിയുടെ മകനും കോലാത്തെ കൊച്ചു തമ്പുരാട്ടിക്കും കുറച്ച് കല്യാണി ചുണ്ണാമ്പ് വിറ്റ് ചോറ് കൊടുക്കേണ്ടി വന്ന്. ഓരോരോ കാലവിശേഷേ ഭഗവാനെ. എടി, അവരെ ഇപ്പൊ അവിടുന്ന് ഇറക്കി വിടണം. അതിനു വേണ്ടിട്ടല്ലല്ലോ വഴിന്ന് വിളിച്ചാണ്ട് പോയത് ആണാ? അപ്പൊ നീ ഇറക്കി വിടുകയല്ല. അതിങ്ങനെ അവിടെ നിർത്തുകയല്ലേ? എടി, അത് എനിക്ക് മാനക്കേടാണെന്ന്. കൊച്ചുവാവ മുതലാളിക്ക് അത് ഇമ്മിണി മാനക്കേട് തന്നെയാണ്. പക്ഷെങ്കി മാനം കെടുകയെ നിവർത്തിയുള്ളൂ. കല്യാണി വിടുകയല്ലേ ഇറക്കി. ഞാൻ അവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. എന്നാ പറഞ്ഞാണ്ട്? അവര് പ്രായപൂർത്തിയാകാത്തവരാണ്. അതിന് അവരെന്നാ ചെയ്തപ്പാ? എനിക്കിഷ്ടമുള്ള 2 പിള്ളേരെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൊറപ്പിക്കണം. അതിൽ ഒന്ന് പെണ്ണും ഒന്ന് ആണുമായിപ്പോയി. ആരുടെ കുറ്റം? അതുകൊണ്ട് അവരെ അവിടെ പൊറപ്പിക്കാൻ മേലെ ഏത് പോലീസാണ് വന്നതെന്ന് കാണാലോ. എന്നത് എന്റെ പൊന്നു മുതലാളി,
താളത്തിനൊപ്പിച്ച് പറഞ്ഞു പോയതാ. എന്നോട് ക്ഷമിക്കണം. തന്റെ ഒരു താളം ഒപ്പിച്ചു തരാടോ, ഒപ്പിച്ചു തരാം. എന്തിനാണ് മുതലാളി ഈ വാശി? ആരാടാണ് ഈ വാശി? ഈ വാശിയൊക്കെ പിടിച്ചതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ആർക്കാണ്? ഒന്നേലൊരു തിരിയാണ്. എന്നിട്ടിപ്പോ എവിടെ? വാസ്തവം വാസ്തവം. എന്നെ കണ്ടോ? ന്യായം പറയുന്നത് കുറവനായാലും കുറത്തിയായാലും അംഗീകരിച്ചു കൊടുക്കണ്ടേ മുതലാളി? തന്റെ ഒരു കുറവനും കുറത്തിയും. അയാളെ എന്തിനാണ് തല്ലണത്? കല്യാണി ചോദിച്ചാലും നിങ്ങൾ മറുപടി പറയാത്ത എന്താണ്? ആരാണ്ടിനെ എന്നോ കൊന്ന്. ആരാണ്ടിനെയാ? എന്റെ തന്തേരാണ്ടി കൊന്നത്. ആയിക്കോട്ടെ, അതിന് നമ്മുടെ മകൻ എന്ത് പിഴച്ച്? അതുങ്ങൾ കണ്ണീര് കുടിച്ചാ നിങ്ങളുടെ സങ്കടം തീരുവാ. നിങ്ങൾ പറഞ്ഞ പോലെ ആ കോലം നിൽക്കുന്നിടത്ത് നിങ്ങൾ കുളം കുഴിക്കുക, തോട് വെട്ടുക, എന്നാ വേണേലും ചെയ്യും. ആ കുഞ്ഞുങ്ങളെ ഒന്ന് രക്ഷയില്. കൊച്ചു പിള്ളേര്, അവർക്കിപ്പോ സ്നേഹിക്കാൻ മാത്രമേ അറിയാവുള്ളൂ. വഴക്കിടാനുള്ള പ്രായം ആയില്ലെന്നേ. അപ്പൊ പിന്നെ നമ്മളും കൂടെ അവരുടെ കൂടെ കൂടിയേക്കണം. അല്ലാണ്ട് എന്നതാണ്? അതിന് ഞാനിപ്പോ എന്നാ വേണോന്നാണടി പറയണത്. ആ പിള്ളേരെ രണ്ടുപേരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നം. വിളിച്ചോണ്ട് പോരാനൊന്നും എനിക്ക് പറ്റുകയില്ല. മനസ്സുണ്ടെങ്കിലേ തന്നെത്താൻ വരട്ടെ. വന്നു കയറിയ ഓടിക്കയിലില്ല. എന്താ മിണ്ടാത്ത ഓടിക്കയിലില്ല? ഇനി എന്നാ മുദ്രപത്രത്തെ എഴുതി തന്നെ എന്തേ കുറത്തി? ആ, എങ്കിൽ ഞാൻ കൊണ്ടുവരാം. ഞാനും വരാം കല്യാണി. ഇനി നേര് പറയല്ല, അവരെന്റെ കുടിയിലില്ല. വഴി വെച്ച് ഞാൻ കണ്ട് വിളിച്ചു, വന്നില്ല. അവര് കോലാത്തോട്ട് തന്നെ പോയി. കോലാത്തുണ്ട്. വാ, നമുക്ക് കൂട്ടിക്കൊണ്ട് വരാം. ഞാനും കൂടി പോയിക്കോട്ടെ. ഇനി സമയം കളയണ്ട, വാ. ഞാനിതൊന്ന് മാറിക്കോട്ടെ കല്യാണി. ഓ, ഇതൊക്കെ മതി. ഇങ്ങോട്ട് പോരാ. ആദ്യമായിട്ട് സംബന്ധ വീട്ടിൽ പോണതല്ലേ? ഇടീ തുണി ഉടുക്കാണ്ട് പോണതാ അതിന്റെ ചെയ്യൽ. ഞാൻ ചട്ടെന്ന് വരാം കല്യാണി. ഞാൻ വന്നാരേ നാണിയമ്മേ, ആരുമില്ല അവിടെ. ആരെങ്കിലും ഓടി വന്നോളൂ. രാമൻ നായരെ, ഓടി വന്നോളൂ. ആരെങ്കിലും ഓടി വന്നോളൂ. നാണിയമ്മേ, ഇങ്ങോട്ട് ഓടി വന്നോളൂ. എന്താ എന്താ വല്യമ്പ്രാട്ടിയെ? എന്താ? കുട്ടികള് രണ്ടും കൂടി വാതിക്കൽ വന്ന് എന്നെ നോക്കി കരഞ്ഞ് തൊഴുതിട്ട് പോയി. വിളിച്ചിട്ട് വിളി കേൾക്കണില്ല. ഒന്ന് പോയി നോക്കിക്കോളൂ. അപ്പോ വാറ്റാൻ തന്നെ തീരുമാനം? അയ്യോ, പിന്നെ വെറും തീരുമാനമൊന്നുമല്ല, എന്റെ വലിയൊരാശയാണ്. അത് നടക്കണം, നടത്തും. വന്നോളൂ വന്നോളൂ. കാഴ്ച കാണണ്ടേ? കോവിലിൽ നിന്ന് കത്തി എരിയണോ? വേഗം വന്നോളൂ. കോവിലൻ കത്തി എരിയണത് കാണണ്ടേ? ഓലോത്തിട്ട് ചാരായം മാറ്റണ്ടേ? വന്നോളൂ വന്നോളൂ. രാമനായർ, എന്താ ഈ പറയണേ? ഓലോത്ത വല്യമ്പ്രാന്റെ മുറിയില് കോഹനും കൊച്ചമ്പ്രാട്ടി ഒന്നിച്ചങ്ങട് തൂങ്ങി മരിച്ചു. അത് കണ്ടുവന്ന ഞാന് കോലോത്തിന് തീ വച്ചു. മോനെ